നമുക്കൊപ്പം അലി അക്ബർ ഷാ കൂടി ചേരുന്നുണ്ട്. അലി അക്ബർ ഷാ, ഇപ്പോൾ മന്ത്രിമാരവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നത് റവന്യൂ വകുപ്പ് മന്ത്രിയും ആരോഗ്യ വകുപ്പ് മന്ത്രിയും എത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയും അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരും. മന്ത്രിമാരെല്ലാവരും കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ അവിടെയുണ്ട്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ അവിടെ പുരോഗമിക്കുന്നു. നോർക്കയിലെ ഉദ്യോഗസ്ഥരും ഇപ്പോൾ അവിടെയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ക്രമീകരണങ്ങളെല്ലാം സജ്ജമായി കഴിഞ്ഞു അല്ലേ അക്ബർ ഷാ? അരുൺകുമാർ ഈ പറഞ്ഞതുപോലെ 10:15 ഈ 45 മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള വിമാനം കൊച്ചി വിമാനത്താവളത്തിൽ എത്തുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ നിലയിലുള്ള പ്രതികരണമാണ് മന്ത്രിയുടെ ഉൾപ്പെടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ഈ ടേബിളുകളിലേക്കാണ് ഈ മൃതദേഹങ്ങൾ കൊണ്ടുവന്ന് വെക്കുക. ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം ഈ മരിച്ച ഓരോ ആളുകളുടെയും ചിത്രത്തോടുകൂടി അവരുടെ പേരും അവരുടെ നാട് വിവരങ്ങൾ ഉൾപ്പെടുത്തി ഇവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇവിടെ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് മലയാളികളായ 23 പേരുടെ മൃതദേഹമാകും ഇവിടെ ഒരു പൊതുദർശനം എന്ന നിലയിൽ ക്രമീകരിക്കുക എന്നായിരുന്നു. പക്ഷേ ഇവിടെ ഈ 31 പേരും, അതായത് തമിഴ്നാട്, കർണാടക സ്വദേശികൾ ഉൾപ്പെടെയുള്ള 31 പേരുടെ മൃതദേഹവും ഇവിടെ ഇത്തരത്തിൽ ഈ ടേബിളുകളിൽ ക്രമീകരിച്ചിരിക്കുന്നതിൽ കൊണ്ടുവന്ന് കിടത്തിയ ശേഷം ഇവിടുന്ന് അന്തിമോപചാരം അർപ്പിച്ച ശേഷമാകും അവരവരുടെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുക. ഈ പറഞ്ഞതുപോലെ ആംബുലൻസ് ഉൾപ്പെടെയുള്ള മറ്റെല്ലാ സജ്ജീകരണങ്ങളും നോർക്കയുടെ നേതൃത്വത്തിലും സർക്കാരിന്റെ നേതൃത്വത്തിലുമുള്ള എല്ലാ നടപടിക്രമങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. നോർക്ക ആംബുലൻസുകളിലാണ് ഇവരെ വീടുകളിലേക്ക് എത്തിക്കുന്നത്. ഈ നേരത്തെ മന്ത്രി കെ രാജൻ പ്രതികരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ മറ്റ് സംസ്ഥാനങ്ങൾ, സമീപ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ട മൃതദേഹങ്ങൾ കേരള അതിർത്തി കടക്കുന്നതുവരെ ഇവിടെ നിന്നും പോലീസ് അവരുടെ ആംബുലൻസിന് പിന്നാലെ പൈലറ്റ് വാഹനമായി ഒപ്പമുണ്ടാകും, ആംബുലൻസിനൊപ്പം ഉണ്ടാകുമെന്ന വിവരമാണ് പങ്കുവച്ചത്. എല്ലാ ആളുകളുടെയും ബന്ധുക്കൾ പലരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിവൈകാരികമായ പ്രതികരണങ്ങളാണ് അല്പസമയം മുമ്പ് നമ്മളോട് ആളുകൾ പ്രതികരിച്ചപ്പോൾ കാണുകയുണ്ടായത്. മറ്റൊരു പ്രധാന കാര്യം, ഈ വീടുകളിൽ തന്നെയാണ് ഈ പ്രധാനമായുള്ള ചടങ്ങുകളൊക്കെ. ഇവിടെ കാര്യമായ ഈ പൊതുദർശനം എന്ന നിലയിലുള്ള ഒരു ദീർഘമായ പരിപാടികളൊന്നും തന്നെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടില്ല. പെട്ടെന്ന് തന്നെ ഈ മൃതദേഹങ്ങൾ ഇവിടെ എത്തിക്കുന്നു, ഇതുവഴി പുറത്തേക്ക് ഇറക്കുന്നു, ഈ ടേബിളുകളിൽ ക്രമീകരിക്കുന്നു. അധികം വൈകാതെ അല്പം മിനിറ്റുകൾ മാത്രമാകുമെന്നാണ് ഇപ്പോൾ മന്ത്രി പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. അതിനുള്ളിൽ തന്നെ ഇവിടുന്ന് അവരവരുടെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ ബന്ധുക്കൾ, മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ അവരവരുടെ വീടുകളിൽ, അവരവരുടെ നാടുകളിൽ തന്നെ തുടരുകയാണ്. സുഹൃത്തുക്കളും ചില പ്രാദേശിക സംഘടനയുടെ ആളുകളും ഒക്കെയാണ് പല മൃതദേഹങ്ങളും ഏറ്റുവാങ്ങാനായി ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. മൃതദേഹം ഏറ്റുവാങ്ങുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഔദ്യോഗികമായി തന്നെയായിരിക്കും നടക്കുക. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതുപോലെ തന്നെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നാകും ഈ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുന്നത്. മന്ത്രിമാരെല്ലാവരും തന്നെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ച് 10:15 45 മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള വിമാനം കൊച്ചി വിമാനത്താവളത്തിൽ ഇറങ്ങും. ഇവിടെ 31 മൃതദേഹങ്ങൾ ഇറക്കും. അതിൽ 23 മലയാളികൾ. ബാക്കിയുള്ള 14 മൃതദേഹങ്ങൾ തിരിച്ച് അതേ വിമാനത്തിൽ തന്നെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകും. അതിൽ ഉത്തർപ്രദേശ്, ജാർഖണ്ഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ബാക്കി 14 പേരെന്ന് പറയുന്നത്. ആ മൃതദേഹങ്ങൾ അവിടെ ഡൽഹിയിൽ വെച്ച് ഡൽഹി സർക്കാരിന്റെ പ്രതിനിധികൾ ഏറ്റുവാങ്ങും. ഇവിടെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മന്ത്രിമാരും എത്തിയ സമാന സാഹചര്യത്തിൽ അവിടെ ഡൽഹിയിലെ അധികാരികൾ ഏറ്റുവാങ്ങും. ഇതാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി ഇവിടെ നിന്നും ലഭിക്കുന്ന വിവരമെന്ന് പറയുന്നത്. എന്തായാലും 10:15 ഈ വിമാനം, വ്യോമസേന വിമാനം കൊച്ചി അന്താരാഷ്ട്ര വിമാനം, ഇനി 1 മണിക്കൂറിൽ താഴെ മാത്രമേ ഉള്ളൂ അലി അക്ബർ ഷാ. 10:15 വിമാനം എത്തിച്ചേരുമെങ്കിൽ 1 മണിക്കൂറിൽ താഴെ മാത്രമേ സമയം ഇനി എടുക്കുകയുള്ളൂ. വ്യോമസേനയുടെ പ്രത്യേക വിമാനം C-130J ആണ് ഇപ്പോൾ മൃതദേഹങ്ങളുമായി കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തുന്നത്.